ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് എക്സാം വരെ ഉത്തരതനം അഥവാ ഇന്റഗ്രേഷൻ എന്നുള്ള പേരിലാണ് ഈ ഒരു എക്സാം വരുന്നത് അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ എക്സാമിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ. മിസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ കുട്ടിയുടെ പേര് എന്ന സ്ഥലത്ത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് എഴുതണം. സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ എഴുതുക. ക്ലാസ് എന്നുള്ളത് കൂട്ടുകാർ നിങ്ങളുടെ ക്ലാസ് തെറ്റാതെ എഴുതുക കേട്ടോ. അത് മിസ് എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? റെഡി ആണല്ലോ? അപ്പൊ കൂട്ടുകാർക്കുള്ള ആദ്യത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പറയാം എഴുതാം എന്നതാണ്. വായിക്കൂ, കണ്ടെത്തൂ. നോക്കിക്കേ മക്കളെ, അവിടെ നമ്മുടെ പട്ടത്തിന്റെ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വന്നിട്ടുള്ളത് അല്ലെ. നോക്കിക്കേ മക്കളെ, നമ്മുടെ പട്ടം എവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്? വലിയ മരത്തിൽ കുടുങ്ങി കിടക്കുകയാണ് അല്ലെ. അത് ആരൊക്കെ വന്ന് കാണുന്നുണ്ട് മക്കളെ? മരത്തിലിരിക്കുന്ന ഒരു പുഴുവും ഉറുമ്പും വരുന്ന കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഉറുമ്പിനും പുഴുവിനും അത് ആരാണ് എന്നുള്ള കാര്യം മനസ്സിലായില്ല അല്ലെ. പുഴു വന്നിട്ട് ഉറുമ്പിനോട് ചോദിക്കുകയാണ്, അത് ആരാന്ന് ചോദിച്ചു. എന്താ മക്കളെ ചോദിച്ചത്? അത് ആരാ എന്ന് ചോദിച്ചു അല്ലെ. ഉറുമ്പിനും ആളെ അറിയില്ല. അപ്പൊ ഉറുമ്പ് എന്താ ചോദിക്കുന്നത്? ആരാ? ബാക്കി മക്കളോട് ഫില്ല് ചെയ്യാനാ പറഞ്ഞത്. അവിടെ നമ്മൾ എന്താ മക്കളെ ഫില്ല് ചെയ്യാ? നമ്മൾ കുറെ ഇത്തരത്തിലുള്ള സംഭാഷണം എഴുതിയിട്ടുള്ളതാണ് അല്ലെ. പുഴു ചോദിക്കാണ്, അത് ആരാ? അപ്പൊ നമ്മുടെ ഉറുമ്പ് എന്തായിരിക്കും ചോദിക്കുക? പറഞ്ഞേ, ആരാ? യെസ്, ആരാ. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അത് എന്നതാണല്ലേ. അപ്പൊ ഇവിടെ മക്കൾ എന്ത് എഴുതണം? അത് എന്ന് വേണം എഴുതാനായിട്ട്. അപ്പൊ ഒന്ന് വായിച്ചേ മക്കളെ, അത് ആരാ? അപ്പൊ ഉറുമ്പ് എന്താ ചോദിക്കുന്നത്? ആരാ അത്? അപ്പൊ നിങ്ങൾ അത്, അതുപോലെ ആരാ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ മക്കളെ. കുറച്ച് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ, ഇന്ന് തന്നെ അങ്ങ് എഴുതി പഠിച്ചോളൂ കേട്ടോ. അപ്പം അത് ആരാ? ആരാ അത്? ഓക്കെ അല്ലേ മക്കളെ? ദെൻ നോക്കിക്കേ, അപ്പൊ നമ്മുടെ പട്ടം എന്തോ മറുപടി പറയുന്നുണ്ട് അല്ലേ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വേറെന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? നമ്മുടെ ഉറുമ്പിനും അറിയില്ല, അതുപോലെ തന്നെ നമ്മുടെ പുഴുവിനും ഇത് ആരാണ് എന്ന് അറിയില്ല അല്ലെ. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. രണ്ടുപേർക്കും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? രണ്ടുപേരും ചേർന്ന് നിന്നിട്ട് നമ്മുടെ പട്ടത്തോട് എന്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും മക്കളെ? പട്ടത്തിനോട് എന്താ ചോദിക്കുക? പറഞ്ഞേ. നീ ആരാ? എന്താ ചോദിക്കുക? നീ ആരാ എന്ന് ചോദിക്കൂലേ. അപ്പൊ മക്കള് അവിടെ ആ ഡയലോഗ് എഴുതണം. എന്താ എഴുതേണ്ടത്? പറഞ്ഞ മക്കളെ. നീ എങ്ങനെയാണ്? നീ ആരാ? പറഞ്ഞ മക്കളെ, നീ ആരാ? നീ ആരാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ പട്ടം എന്ത് പറയും മക്കളെ? എന്ത് പറയും? ഞാൻ പട്ടം. പറഞ്ഞ മക്കളെ, എന്താ പറയാ? ഞാൻ പട്ടം അല്ലെ. എന്താ പറയാ? ഞാൻ പട്ടം എന്ന് പറയും. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി വായിക്കാം. പുഴു വന്നിട്ട് ഉറുമ്പിനോട് ചോദിക്കാണ്, അതാരാ? അപ്പൊ ഉറുമ്പ് എന്ത് ചോദിച്ചു? ആരാ അത്? പിന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നമ്മുടെ പട്ടത്തോട് ചോദിക്കുകയാണ്, നീ ആരാ? എന്താ ചോദിച്ചിട്ടുള്ളത്? നീ ആരാ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ പട്ടം പറയാണ്, ഞാൻ പട്ടം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പട്ടം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ മക്കളെ മിസ് പറഞ്ഞു, മിസ് എന്തൊക്കെ പറഞ്ഞു പഠിക്കാനായിട്ട്? അത് എന്നുള്ള വാക്ക് എഴുതാൻ പഠിക്കണം, അതുപോലെ ആരാ എന്നുള്ള വാക്ക് എഴുതാൻ പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നുള്ളതും പട്ടം എന്നുള്ളത് ഇതങ്ങ് പഠിച്ചിരുന്നോട്ടെ മക്കളെ. നമുക്ക് ഇതുപോലെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് അത്, ആരാ, ഞാൻ, പട്ടം, അതുപോലെ തന്നെ നീ എന്നതും. ഓക്കെ, ഇത് പഠിച്ചിരുന്നോ? നിർബന്ധമാണ്, പഠിക്കുന്ന കാര്യം നിർബന്ധമാണ്. കുറച്ച് എഴുതാനൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നോക്കിക്കേ, അടുത്തൊരു പ്രവർത്തനത്തിലേക്ക് പോവാം മക്കളെ. പട്ടം പറത്തി. എന്താണ്?
പട്ടം പറത്തി എന്നതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനത്തിന്റെ പേര് വരുന്നത്. വായിക്കൂ. അപ്പൊ നമുക്ക് വായിക്കാനായിട്ട് അവിടെ ചെറിയ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കൂട്ടുകാർക്ക് പിന്നെ അവിടെ ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. രമ പേപ്പർ മടക്കി. പറഞ്ഞേ മക്കളെ. രമ പേപ്പർ മടക്കി. അപ്പു ഈർക്കിൾ വളച്ചു. അപ്പു ഈർക്കിൾ വളച്ചു. രവി ചിറക് വച്ചു. രവി എന്ത് ചെയ്തു മക്കളെ? ചിറക് വച്ചു. മേരി വാല് ഒട്ടിച്ചു. മേരി എന്ത് ചെയ്തു? വാലൊട്ടിച്ചു. ആമി ചരട് കെട്ടി. ആമി എന്താ ചെയ്തത്? ചരട് കെട്ടിയില്ലേ? എന്നിട്ടോ പട്ടം പറത്തി. പട്ടം ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറത്തി. ഓക്കെ അല്ല മക്കളെ? നമുക്കൊന്നും കൂടി വായിക്കാം. രമ പേപ്പർ മടക്കി. അപ്പു ഈർക്കിൾ വളച്ചു. രവി ചിറകു വെച്ചു. മേരി വാലൊട്ടിച്ചു. ആമി ചരട് കെട്ടി. പട്ടം പറത്തി. ഓക്കെ അല്ല മക്കളെ? ഇനി മക്കളോട് നമ്മൾ വായിച്ച ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് ആദ്യത്തെ ചോദ്യം പറഞ്ഞോട്ടെ. എന്താണ്? പേപ്പർ മടക്കിയതാര്? ആരാ മക്കളെ പേപ്പർ മടക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മളിപ്പോ വായിച്ചു. ആരാ പേപ്പർ മടക്കിയത്? നോക്കിക്കേ. രമ പേപ്പർ മടക്കി. അപ്പൊ ആരാണ് പേപ്പർ മടക്കിയിട്ടുള്ളത്? രമയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം മക്കളെ? രമ. എന്ത് എഴുതണം? രമ. അപ്പം പേപ്പർ മടക്കിയത് ആരാണ്? രമ. പറഞ്ഞ മക്കളെ. രമയാണ് പേപ്പർ മടക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം എന്താണ്? രവി എന്ത് ചെയ്തു? എന്താ ക്വസ്റ്റ്യന്? രവി എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അല്ലെ? നമുക്ക് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് മക്കളെ. രവി ചിറക് വച്ചു. എന്താ പറയുന്നത്? ചിറക് വെച്ചു. അപ്പൊ രവി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ അവിടെ എഴുതേണ്ടത്? ചിറക് വച്ചു. അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ? ചിറക് വച്ചു എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് അത് നോക്കിയിട്ട് മക്കളെ എഴുതിയാ മതി. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കിയ മക്കൾ എന്താണ്? പടം നോക്കി വരി കണ്ടെത്തൂ. ഇതെന്താ മക്കളെ ചിത്രത്തിൽ കാണുന്നത്? ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഈർക്കിൾ ഇങ്ങനെ വളയ്ക്കാണ് അല്ലേ? ഈ ചിത്രവുമായി ബന്ധപ്പെടുത്തി ഏത് വാക്യമാണ് മക്കളെ നമുക്ക് തന്നിട്ടുള്ളത്? ഏതാണ് തന്നിട്ടുള്ളത്? ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. അപ്പു ഈർക്കിൾ വളച്ചു. ആ ചിത്രമല്ലേ മക്കളെ ഇത്? അപ്പു ഈർക്കിൾ വളച്ചു. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ലേ? അപ്പൊ മക്കൾ അവിടെ എന്ത് എഴുതണം? അപ്പു ഈർക്കിൾ വളച്ചു എന്ന് വേണം എഴുതാനായിട്ട്. മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പു ഈർക്കിൾ വളച്ചു. അപ്പു ഈർക്കിൾ വളച്ചു. ദെൻ അതിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ച വരുന്ന 2 വാക്കുകൾ കണ്ടെത്തി എഴുതൂ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ച വരുന്ന 2 വാക്കുകൾ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാ മക്കളെ ച വരുന്ന? ഒത്തിരി വാക്കുകൾ ഉണ്ടല്ലേ? ഏതാ നോക്കിക്കേ. വളച്ചു, പിന്നെയോ വച്ചു, ദെൻ ഒട്ടിച്ചു. ഇതിലൊക്കെ എന്ത് വരുന്നുണ്ട് മക്കളെ? ച വരുന്നുണ്ട്. അപ്പൊ 2 വാക്കുകളാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? വളച്ചു. ഒന്ന് നമുക്ക് വളച്ചു എന്ന് എഴുതാം. പിന്നെയോ ഒട്ടിച്ചു. വളച്ചു, ഒട്ടിച്ചു. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും അവിടെ തന്നെയുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് മക്കള് നോക്കി എഴുതിയാൽ മാത്രം മതി. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. പറവകൾ എന്നതാണ് മക്കളെ. വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ആരാണ് മക്കളെ? നീണ്ട കഴുത്തുണ്ട്, നീണ്ട കാലുണ്ട്, മീൻ തിന്നും, അതുപോലെ വെളുത്ത നിറം. ആരാണ് മക്കളെ? ആൻസർ വേഗം പറഞ്ഞ. ആരാണ്? യെസ്, ആരാണ്? കൊക്കാണ് അല്ലെ? അപ്പൊ മക്കൾ എന്ത് എഴുതണം അവിടെ? കൊക്ക് എന്ന് വേണം എഴുതാനായിട്ട്. ആരാണ് മക്കളെ? കൊക്കാണ് അല്ലെ? നീണ്ട കഴുത്തുണ്ട്, നീണ്ട കാലുകളുണ്ട്, വെളുത്ത നിറമാണ്, മീനിനെ കഴിക്കും അല്ലെ? ആരാണ്? കൊക്കാണ് ഉത്തരമായി വരുന്നത്. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കിക്കേ മക്കളെ. ഏത് പക്ഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്? വാക്യങ്ങൾ ഓരോന്നും നോക്കിയിട്ട് അതിലേക്ക് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാക്കയെ തന്നിട്ടുണ്ട്, പരുന്ത് തന്നിട്ടുണ്ട്, തത്ത തന്നിട്ടുണ്ട്, തേൻകുരുവി തന്നിട്ടുണ്ട് അല്ലെ?
നോക്കിക്കേ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഓരോ വാക്യങ്ങളും വായിച്ച് ഏത് പക്ഷിയിലേക്കാണോ മാച്ച് ചെയ്യുന്നത് അവിടേക്ക് വരയ്ക്കുക കേട്ടോ. ആദ്യം നോക്കിക്കേ മക്കളെ, പച്ച നിറം. ആർക്കാ മക്കളെ കൂട്ടത്തിൽ പച്ച നിറം? യെസ്, നമ്മുടെ തത്തയ്ക്കാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് വരയ്ക്കാം അല്ലെ. ഇനി നമ്മോട് എന്താ പറഞ്ഞത്? അരി തിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അരി തിന്നും. ഇതിൽ ആരാ മക്കളെ അരി തിന്നുക? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അരി തിന്നില്ലേ? അപ്പൊ നമുക്ക് കാക്കയിലോട്ട് വരയ്ക്കാം. ദെൻ നോക്കിക്കേ, തേൻ കുടിക്കും. ആരാ മക്കളെ ഇവിടെ തേൻ കുടിക്കുന്നത്? നമ്മുടെ തേൻകുരുവിയുണ്ട്. ദെൻ മീൻ തിന്നുന്നത് ആരാണ് മക്കളെ? ആരാണ് മീൻ തിന്ന? നമുക്ക് എന്ത് ചെയ്യാം, പരുന്തിലേക്ക് വരയ്ക്കാം മീൻ തിന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കാക്കയിലോട്ട് വരയ്ക്കാം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതിലേക്ക് വരയ്ക്കാം കേട്ടോ. അതായത് മീൻ കഴിക്കുന്നവർ ആരൊക്കെയാണോ അതിലേക്ക് വരയ്ക്കാം. ദെൻ വളഞ്ഞ ചുണ്ട്, അത് കൂടുതലും മാച്ച് ചെയ്യുന്നത് ആർക്കാണ്? പരുന്തിനാണ്. അവിടോട്ട് വരയ്ക്കാം. ദെൻ വീട്ടിൽ വളർത്തു അല്ലെ. വീട്ടിൽ ആരെയാ മക്കളെ വളർത്തുന്നത്? വീട്ടിൽ ആരെയാ വളർത്തുന്നത്? നമുക്ക് എന്താ ഇവിടെ വരച്ചു ചേർക്കാൻ ഒരു കോഡുണ്ട്. മക്കൾക്ക് അവിടെ എന്ത് വരയ്ക്കാവുന്നതാണ്? ഒരു ചിത്രം വരയ്ക്കാവുന്നതാണ് കേട്ടോ. മിസ് ജസ്റ്റ് ഇതപ്പോ ഒരു കോഴിക്കുഞ്ഞിനെ വരച്ചു കേട്ടോ. മിസ് ജസ്റ്റ് ഒരു കോഴിക്കുഞ്ഞിനാണ് വരച്ചിട്ടുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ വളർത്തൂല. അപ്പൊ ഇത് നമുക്ക് എവിടോട്ട് വരയ്ക്കാം? ഇതിലോട്ട് വരയ്ക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അരി തിന്നും എന്നത് ആരിലോട്ട് വരയ്ക്കാം? അത് വേണമെങ്കിൽ നമുക്ക് കോഴിയിലോട്ട് വരയ്ക്കാം. അവിടെ കോഴി മക്കള് വരയ്ക്കുന്നത് ഏത് പക്ഷിയാണോ അതിന്റെ പേര് കൂടി മക്കൾ അവിടെ എഴുതണേ. അപ്പം ഇത്തരത്തിൽ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മക്കൾ പക്ഷികളുടെ പേരുകൾ, ചിത്രം കണ്ട പേരുകൾ പറയാനും അവയുടെ പ്രത്യേകത പറയാനൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പോവാ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞു? തത്തയെ കുറിച്ച് പറഞ്ഞു, പച്ച നിറമാണെന്ന് പറഞ്ഞു, പിന്നെ കോഴിയെ കുറിച്ച് പറഞ്ഞു, അരി തിന്നുമെന്ന് പറഞ്ഞു, വീട്ടിൽ വളർത്തുമെന്ന് പറഞ്ഞു, ദെൻ തേൻകുരുവിയെ കുറിച്ച്. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. തേൻ കുടിക്കുമെന്ന് പറഞ്ഞു, കാക്കയെ കുറിച്ച് അരി തിന്നുമെന്നും മീൻ തിന്നുമെന്നും ഒക്കെ പറഞ്ഞു. ദെൻ പരുന്തിനെ കുറിച്ച് വളഞ്ഞ ചുണ്ടാണ് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാട്ടോ മക്കളെ. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടനും കൃത്യമായിട്ട് 1ാമത്തെ പാർട്ട് മുതലുള്ള വീഡിയോസ് കണ്ടിട്ട് നല്ല രീതിയിൽ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.